നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കണതേ ഒരു പുളുങ്കറിയാണ് കേട്ടോ. കുറച്ചധികം വ്യത്യസ്തതകളുള്ള ഒരു പുളുങ്കറിയാണ്. ഞാൻ ഒരു കാര്യം എന്തായാലും ഉറപ്പ് തരാം. ഇത് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാസന വരുന്ന സമയത്ത് തന്നെ എന്താണ് ഒരു സ്പെഷ്യൽ എന്നുള്ളത് ഉറപ്പായിട്ടും ആരെങ്കിലും ചോദിക്കാതിരിക്കില്ല കേട്ടോ. അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയും മണമൊക്കെയാണ് പുളിങ്കറിക്കുള്ളത്. ആദ്യം നമുക്ക് തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. എണ്ണ ഇല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. ഒരു 4 വറ്റൽ മുളക്. ഒരു പുളിങ്കറിയിൽ നമ്മൾ പരിപ്പ് വേവിച്ച് ചേർക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വാദാണ് പരിപ്പ് വറുത്തരച്ച പുളിങ്കറിക്ക്. അതുകൊണ്ട് തുവരപ്പരിപ്പ് തന്നെയാണ് എടുക്കേണ്ടത്, കടലപ്പരിപ്പല്ല. സാധാരണ നമ്മൾ സാമ്പാറിന് എടുക്കണ പരിപ്പ് 1 ടേബിൾ സ്പൂൺ അളവിൽ. 1 ടീസ്പൂൺ ഉലുവ. ഉലുവയാണ് ഈ ഒരു പുളിങ്കറിയിൽ സ്വാദും വാസനയിലൊക്കെ മുന്നിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ 1 ടീസ്പൂണോളം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പുളിങ്കറി ഉണ്ടാക്കി കഴിഞ്ഞ് വറുത്തിടുമ്പോൾ അതിൽ കടുകിൻ്റെ കൂടെ ഉലുവ നല്ലോണം വറുത്തിടാൻ വേണം. ഈ പുളിങ്കറിയിൽ ഒരുപാട് തേങ്ങ ഇങ്ങനെ ചിരകി ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ സ്വാദേ മാറിപ്പോവും. നമ്മൾ ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ചിരകിയത്, അത്ര കുറച്ച് തേങ്ങ മതി. അതിലേക്ക് നമ്മൾ വറുത്ത മുളകും തുവരപ്പരിപ്പും ഉലുവയും നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർക്കണം. തേങ്ങ വറക്കണില്ല, തേങ്ങ പച്ചക്കാണ്. ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല മിനുമിനാന്ന് അരച്ചെടുക്കുക. വേറെ ജീരകം, കായം, ഈ പുളിങ്കറിയിൽ നമ്മൾ സാധാരണ കായം ചേർക്കില്ല കേട്ടോ. സാമ്പാറിന് അല്ലെങ്കിൽ വറുത്തരച്ച് കൂട്ടാനൊക്കെയാണ് കായം. അപ്പോൾ ഇതിൽ കായം വേറെ ഒന്നുമില്ല. ഇത് മാത്രമാണ് ഈ ഒരു അരപ്പ്. ഈ അരപ്പിനാണ് ഇതിൻ്റെ സ്വാദും അതുപോലെ ആ ഒരു പുളിങ്കറിയെ ഡിഫറെൻ്റ് ആക്കുന്നതും ഈ ഒരു അരപ്പ് തന്നെയാണ്. ഇനി പുളിങ്കറിക്ക് നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ കഷ്ണമാണോ അതൊക്കെ ചേരും കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് വഴുതനങ്ങ മാത്രമാണ് വെന്തുടയുമ്പോൾ അതൊരു ചേർച്ചക്കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. കോവയ്ക്ക ഇത് അല്ലാതെ ഈവൻ കൈപ്പയ്ക്ക ആണെങ്കിൽ പോലും ഒരു ചെറിയ കഷ്ണം ഇട്ട നല്ല സ്വാദാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ്. അതുപോലെ ഒരു സവാള ഉണ്ടായിരുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചപ്പപ്പായ, മെഴുക്കുവരട്ടിക്ക് വേണ്ടി എടുത്ത പപ്പായയുടെ ഒരു ചെറിയ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഉപയോഗിക്കാത്തവർക്ക് ഇതിൽ ഉള്ളി വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഒരു ഉള്ളി വെറുതെ ഇട്ടു എന്നേ ഉള്ളൂ. ഇനി വേണ്ട എന്താ വെച്ചാൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1-2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, അതായത് ചെറുനാരങ്ങ ഏകദേശം ഇത്ര വലുപ്പത്തിൽ പുളി വേണം. അത് പുളി കുറച്ചധികം, സാധാരണ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് എടുക്കാറ്. ഇവിടെ കുറച്ചും കൂടി അധികം എടുക്കണം. എന്താ വെച്ചാൽ ഉലുവ നമ്മളൊരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടല്ലോ. എപ്പോഴും ഈ ഒരു പുളിയുള്ള കൂട്ടാനിൽ ഉലുവ വറുത്തിടുക അല്ലെങ്കിൽ വറുത്ത് ഉലുവപ്പൊടി ചേർക്കുകയൊക്കെ പതിവാണ്. അതുപോലെ തന്നെയാണ് ഈ പുളിയും ഉലുവയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പം മാമ്പഴക്കൂട്ടൻ, മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കും. ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ള 1 ടീസ്പൂൺ ഉലുവ ഒട്ടും തന്നെ അധികം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി പുളി അധികം ചേർക്കുന്നത്. കഷ്ണം നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർക്കുകയാണ്. ഞാനതിൽ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം പുളിങ്കറിക്ക് ആവശ്യത്തിന് ലൂസ് വേണം, നല്ല കട്ടി പുളിങ്കറി അല്ല ഉള്ളത്. പുളി നന്നായിട്ട് തിളയ്ക്കണം. 2 മിനിറ്റ് നേരം പുളി തിളയ്ക്കണം. കാരണം പുളിക്കൊരു വേവ് ഉണ്ടല്ലോ. പിന്നെ തേങ്ങ അരച്ചത് തിളയ്ക്കുകയും ചെയ്യരുത്. അതാണ് ഈ ഒരു പുളിങ്കറിയുടെ പ്രത്യേകത. നമുക്കിങ്ങനെ പഴയ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ആ ഒരു ചെറിയ ടിപ്സും കൂടി ഞാനിതിൽ പറയണത് എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള സ്വാദ് കിട്ടുക. പുളിവെള്ളം നല്ലോണം തിളയ്ക്കുകയും വേണം. എന്നാൽ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാൻ വേണം. ഇനി ഇതാ അരച്ചു വെച്ചത് കുറേശ്ശെയായിട്ട് ചേർക്കാം. ആ ഉലുവ വറുത്ത് അരച്ച വാസനയാണ് കേട്ടോ ഇതിൽ മുമ്പിൽ നിൽക്കുന്നത്. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 തണ്ട് കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അമ്മിയാരി പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്വാദുള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ. ലൂസായിട്ട് വേണം ഇത് ഇരിക്കാൻ. ഒരുപാട് കുറുകിയ പാകത്തിലിരുന്നാൽ അത് അത്രയ്ക്കൊരു സ്വാദ് ഉണ്ടായിരിക്കില്ല. പിന്നെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനം ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കാം. അപ്പോൾ അതെല്ലാ ടേസ്റ്റും ബാലൻസ് ആവുകയും ചെയ്യും.